ഓക്കെ, അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ചാൽ നമ്മൾ ക്വിക്ക് ത്രോട്ടിൽ യൂസ് ചെയ്യുന്നുണ്ട്. നമ്മൾ Xpulse 4 വീൽ, അതായത് ഏകദേശം ഒരു 5000 കൂടുതൽ കിലോമീറ്ററായി നമ്മൾ ഈ ക്വിക്ക് ത്രോട്ടിൽ യൂസ് ചെയ്യുന്നത്. അപ്പോൾ അത് യൂസ് ചെയ്തിട്ടുള്ള എൻ്റെ ഒരു എക്സ്പീരിയൻസ് ആണ് ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത്. അതിൻ്റെ കുറച്ച് നല്ല കാര്യങ്ങളും കുറച്ച് പ്രശ്നങ്ങളൊക്കെയാണ് ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത്. ഇതിൻ്റെ മുമ്പ് നമ്മളൊരു വീഡിയോ ചെയ്തിരുന്നു, അതായത് ഞാൻ ഈ ക്വിക്ക് ത്രോട്ടിൽ എങ്ങനെയാണ് ഈ Xpulseൽ ഫിറ്റ് ചെയ്തതെന്നുള്ളൊരു വീഡിയോ ഞാൻ ചെയ്തിരുന്നു. ആ വീഡിയോയിൽ പറഞ്ഞ 1-2 കാര്യങ്ങൾ എനിക്ക് മാറ്റി പറയേണ്ടതായിട്ടുണ്ട്. അപ്പോൾ അതും കൂടെ പറയാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ വീഡിയോ ചെയ്യുന്നത്. ഓക്കെ, അപ്പം നമുക്ക് വീഡിയോ കാണാം. ഓക്കെ, അപ്പോൾ നമ്മൾ ക്വിക്ക് ത്രോട്ടിലിനെ കുറിച്ച് സംസാരിക്കുന്നതിന് മുമ്പായിട്ട് ഞാൻ ഈ വീഡിയോൻ്റെ തുടക്കത്തിലിട്ടൊരു ക്ലിപ്പ് നിങ്ങൾ കണ്ടല്ലോ, അതായത് ബൈക്കിൽ നിന്ന് വീഴുന്നത്. അത് നമ്മൾ ആ വീഡിയോയിൽ കാണുന്ന സമയത്ത് നമുക്ക് ഫീൽ ചെയ്യും അത് അത്ര വലിയ ബുദ്ധിമുട്ട് പിടിച്ചൊരു വഴിയല്ലല്ലോ, ഈസി ആയിട്ട് കയറി പോകാൻ പറ്റുമല്ലോ എന്നൊക്കെ. പക്ഷേ അത് ആക്ച്വലി ഭയങ്കര സ്ലിപ്പറി ആയിരുന്നു. നമ്മൾ ഒരു പ്രാവശ്യമല്ല, ഇതുപോലെ 2-3 പ്രാവശ്യം ഇതേപോലെ വീണു. പക്ഷേ ബൈക്കിന് കുഴപ്പമൊന്നുമില്ല. നമ്മൾ ഈ വീഡിയോ എടുക്കാൻ വേണ്ടി ഇങ്ങനെ കറങ്ങി നടന്നപ്പോൾ കിട്ടിയൊരു ഉണ്ടായൊരു സംഭവമാണ്, അത്രേ ഉള്ളൂ. ഓക്കെ, അപ്പം ഇനി ക്വിക്ക് ത്രോട്ടിലിനെ കുറിച്ച് ഞാൻ സംസാരിക്കുകയാണെങ്കിൽ നല്ല കാര്യങ്ങളെക്കുറിച്ച് ഞാൻ ആദ്യം പറയാം. അതായത് ഇത് ഞാൻ യൂസ് ചെയ്ത് തുടങ്ങിയ ഒരു 10,000-3000 കിലോമീറ്റർ ആയ സമയത്ത് എനിക്കിതൊന്ന് മാറ്റി സ്റ്റോക്ക് ഇടേണ്ടി വന്നു. ആ സ്റ്റോക്ക് ഇടേണ്ടി വന്ന സമയത്താണ് ഞാൻ ഇതിൻ്റെ ഒരു വ്യത്യാസം എനിക്ക് ശരിക്കും മനസ്സിലായത്. അതായത് വണ്ടി ഒരു മടിയനായി പോയ പോലെ എനിക്ക് ഫീൽ ചെയ്തു, ഒട്ടൊരു റെസ്പോൺസ് ഇല്ലാത്ത പോലെ ശരിക്കും ഫീൽ ചെയ്തു. അതായത് ഈ ക്വിക്ക് ത്രോട്ടിൽ ശരിക്കും ഒരു മാറ്റം നമ്മളെ വണ്ടിയിൽ കൊണ്ടുവരുന്നുണ്ടെന്ന് എനിക്ക് മനസ്സിലായി. ഓക്കെ, പിന്നെ യൂഷ്വലി എല്ലാവരും പറയുന്നൊരു കാര്യമാണ് ക്വിക്ക് ത്രോട്ടിൽ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ മൈലേജ് കുറയുന്നത്. അപ്പോൾ ഞാനിത് ക്വിക്ക് ത്രോട്ടിൽ ഫിറ്റ് ചെയ്യുന്നതിന് മുമ്പ് ഞാൻ മൈലേജ് ചെക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇത് യൂസ് ചെയ്ത് തുടങ്ങിയിട്ട് ഞാൻ മൈലേജ് ചെക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ ചെക്ക് ചെയ്ത സമയത്ത് എനിക്ക് വന്നൊരു മാറ്റം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 1 കിലോമീറ്റർ പോലും ഇല്ല, അതിനുള്ളിലുള്ള ചെറിയൊരു മാറ്റം എനിക്ക് വന്നിട്ടുള്ളൂ. അപ്പോൾ ഇത് അങ്ങനെ വലിയൊരു വ്യത്യാസം വരുത്തുമെന്ന് എനിക്ക് ഫീൽ ചെയ്യുന്നില്ല. പിന്നെ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളിത് ഫിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മളെപ്പോഴും ഹയർ RPM വണ്ടി ഓടിക്കും, അതുകൊണ്ടാണ് ഈ മൈലേജ് ഷോട്ട് വരുന്നത്. അങ്ങനെയാണ് സംഭവിക്കുന്നത്. പക്ഷേ നമ്മളത് യൂസ്ഡ് ആയി കഴിഞ്ഞാൽ നമുക്ക് ഹയർ RPM തന്നെ ഓടിക്കണമെന്നൊന്നുമില്ല, നമുക്ക് അല്ലാണ്ട് നോർമലായിട്ട് മര്യാദയ്ക്ക് ഓടിക്കാനും കഴിയും. അപ്പോൾ അങ്ങനത്തെ പ്രശ്നങ്ങളൊന്നുമില്ല. അപ്പം പിന്നെ ഞാൻ മുമ്പത്തെ വീഡിയോയിൽ ഞാൻ പറഞ്ഞ ഒരു കാര്യമായിരുന്നു, അതായത് ഞാൻ ഈ ഫിറ്റ് ചെയ്ത ഈ ഒരു ക്വിക്ക് ത്രോട്ടിൽ നിങ്ങൾ യൂസ് ചെയ്യരുത്, ഡോമിനോ അല്ലെങ്കിൽ അങ്ങനത്തെ ഏതെങ്കിലും വാങ്ങണം, മെറ്റൽ കേസ് ഉള്ളത് വാങ്ങണം എന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷേ ഇതിപ്പോൾ ഞാൻ ഇത്രയും നാൾ യൂസ് ചെയ്തിട്ട് എനിക്ക് അങ്ങനത്തെ ഒരു പ്രശ്നങ്ങളൊന്നും വന്നിട്ടില്ല. അപ്പോൾ ഇത് വിലയിൽ ഒരു ചെറിയ വ്യത്യാസമുണ്ട് അതും ഇതുമായിട്ട്. അപ്പോൾ ഒരു ലോ ബഡ്ജറ്റ് സാധനമൊക്കെ നോക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഇത് ധൈര്യമായിട്ട് വാങ്ങാം, ഒരു പ്രശ്നമില്ല. അങ്ങനത്തെ ബുദ്ധിമുട്ട് പിടിച്ച സാധനമൊന്നുമല്ല, പറ്റക്കൂറ ക്വാളിറ്റി ഒന്നുമല്ല, നിങ്ങൾക്ക് യൂസ് ചെയ്യാൻ പറ്റും, അങ്ങനത്തെ കുഴപ്പങ്ങളൊന്നുമില്ല. അപ്പം അതാണ് എനിക്ക് മാറ്റി പറയേണ്ട ഒരു കാര്യം. ഓക്കെ, ഇനി ഇതിൻ്റെ കുറച്ച് പ്രശ്നങ്ങളെക്കുറിച്ച് പറയുകയാണെങ്കിൽ ഞാൻ പറഞ്ഞല്ലോ ഇടയ്ക്ക് വെച്ച് എനിക്ക് ഇതൊന്ന് മാറ്റിയിട്ട് സ്റ്റോക്ക് ഇടേണ്ടി വന്നു. അതെന്താ പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ഒരു സ്ഥലത്തേക്ക് പോണ വഴിക്ക് കുറച്ചൊരു റിമോട്ട് ഏരിയയിലെത്തിയ സമയത്ത് എൻ്റെ ആക്സിലേറ്ററിൻ്റെ ഇത് പൊട്ടിപ്പോയി. അതായത് നമ്മൾ ആ കേബിൾ ഇടുന്ന ആ ഭാഗം, ആ പ്ലാസ്റ്റിക് ഭാഗം പൊട്ടിപ്പോയി. അങ്ങനെ പൊട്ടിപ്പോയി. പിന്നെ അവിടെ എങ്ങും വർക്ക്ഷോപ്പൊന്നുമില്ല, ഞാൻ കുറച്ച് കുടുങ്ങി, കുറച്ച് തള്ളിപ്പോയി. പിന്നെ ആ കേബിൾ ഇങ്ങനെ വലിച്ച് വണ്ടി ഓടിച്ചു. അങ്ങനെയൊക്കെ ഞാൻ ഹീറോൻ്റെ ഷോറൂമിൽ തന്നെ എത്തി. അവിടുന്ന് അവർ നോർമൽ ആക്സിലേറ്റർ എനിക്ക് ഇട്ട് തന്നു. അപ്പോൾ അങ്ങനെ ഒരു സംഭവം ഉണ്ടായി. അപ്പോൾ ഇത് ഇട്ട് കഴിഞ്ഞ് ഞാൻ വീട്ടിൽ വന്നു കഴിഞ്ഞ് ആണ് എനിക്ക് മനസ്സിലായത്, അതായത് ഇതിൻ്റെ ആ ഒരു അതായത് നമ്മളെ ഈ ക്വിക്ക് ത്രോട്ടിലിൻ്റെ കൂടെ വരുന്ന ആ ഗ്രിപ്പിൻ്റെ ആ ഒരു പ്ലാസ്റ്റിക് ഭാഗം ഭയങ്കര സോഫ്റ്റ്. അതിന് അത്ര ഒരു ക്വാളിറ്റി ഇല്ല, അത് അത്ര ഒരു കട്ടിയില്ല ആ സാധനത്തിന്. അപ്പോൾ അതുകൊണ്ടാണ് അത് പെട്ടെന്ന് പൊട്ടിപ്പോണത്. അപ്പോൾ അതൊരു പ്രശ്നമാണ്. അപ്പോൾ നമ്മൾ ഈ എങ്ങോട്ടെങ്കിലും ദൂരത്തേക്കൊക്കെ പോവുകയാണെങ്കിലോ അല്ലെങ്കിൽ വല്ല കുറച്ച് ഓഫ് റോഡ് ചെയ്യാനൊക്കെ കയറുമൊക്കെ ആണെങ്കിൽ നിങ്ങൾ ഈ ക്വിക്ക് ത്രോട്ടിൽ ഉണ്ടെങ്കിൽ നിങ്ങളത് പ്രത്യേകം നിങ്ങളൊന്ന് ശ്രദ്ധിക്കണം. അത് ഭയങ്കര ഇതാണ്, അത്ര നല്ല ക്വാളിറ്റി അല്ല അത്. അപ്പോൾ നിങ്ങളത് പ്രത്യേകം ശ്രദ്ധിക്കണം. അപ്പോൾ അതിന് നമുക്കൊരു കാര്യമുണ്ട്. അത് ഞാൻ ചെയ്തത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ സ്റ്റോക്ക് വന്ന ആക്സിലേറ്ററിൻ്റെ ഉള്ളിലത്തെ ആ പ്ലാസ്റ്റിക് ഭാഗം ഊരിയിട്ട് അപ്പം നമ്മൾ ഇതിടുമ്പോൾ ഈ ക്വിക്ക് ത്രോട്ടിലിൻ്റെ കൂടെ വന്ന ഗ്രിപ്പ് ഇടുമ്പോൾ ആ ഗ്രിപ്പിന് കുറച്ച് നീളം കുറവാണ്, മറ്റേതിന് സ്റ്റോക്കിന് കുറച്ച് നീളം കൂടുതലും. അപ്പോൾ അതൊന്ന് കട്ട് ചെയ്ത് കറക്റ്റ് സെറ്റാക്കിയിട്ട് അത് ഇടുകയാണെങ്കിൽ നമ്മൾ ഈ സ്റ്റോക്ക് വരുന്ന ആക്സിലേറ്ററിൻ്റെ ആ പ്ലാസ്റ്റിക് സാധനം കുറച്ചുകൂടെ കട്ടിയൊക്കെയുള്ള കുറച്ച് സ്ട്രോങ് ആയിട്ടുള്ള സാധനമാണ്. അപ്പോൾ അത് യൂസ് ചെയ്യുകയാണെങ്കിൽ നമ്മൾ കുറച്ചും കൂടെ സേഫാണ്. നമുക്ക് എങ്ങോട്ടേലൊക്കെ പോകുമ്പോഴും അങ്ങനെ പേടിക്കേണ്ട ഒരു കാര്യമില്ല. അപ്പോൾ അങ്ങനെ നിങ്ങൾക്കത് യൂസ് ചെയ്യാം. അത് പരിഹരിക്കാൻ പറ്റുന്ന ഒരു പ്രശ്നമാണ്.
പിന്നെ ഞാൻ മുമ്പ് ചെയ്തൊരു വീഡിയോയിൽ ഞാൻ പറഞ്ഞിരുന്നു, അതായത് നമുക്ക് ചുറ്റിക വേണം ഇത് ഫിറ്റ് ചെയ്യാൻ. അതായത് നമ്മൾ ആ കേബിളിൻ്റെ അറ്റത്ത് വരുന്ന ഡ്രം, ഇത് ഞാൻ പറയുന്നത് നമ്മളെ ഈ ഹാൻഡിൽ ബാർ റൈസേഴ്സ് യൂസ് ചെയ്യുന്നവരോടോ അല്ലെങ്കിൽ അതായത് വലിയ ഹാൻഡിൽ ബാർ ഇട്ട ആൾക്കാർക്കോ നമ്മുടെ ഈ ക്യൂബ് ത്രോട്ടിലിൻ്റെ കൂടെ വരുന്ന കേബിൾ നമുക്ക് അതിൽ സെറ്റ് ആവില്ല. അപ്പോൾ നമ്മൾ ഒരു ഓട്ടോറിക്ഷയുടെ കേബിൾ വാങ്ങിയിട്ടാണ് ഞാൻ അതിൽ സെറ്റ് ചെയ്തിരിക്കുന്നത്. അപ്പം ഇതെനിക്ക് പറ്റിയൊരു തെറ്റാണ്. ഞാൻ അന്ന് വാങ്ങിയ ആ കേബിളിൻ്റെ ആ അറ്റത്ത് വരുന്ന ആ ഡ്രം, അതായത് നമ്മൾ ആക്സിലേറ്ററിൻ്റെ അകത്തേക്ക് ഇടുന്ന ആ ഡ്രം കുറച്ച് വീതി കൂടുതലായിരുന്നു. അപ്പോൾ ഞാൻ ചുറ്റിയെടുത്ത് 2 മുട്ടൊക്കെ മുട്ടിയിട്ടാണ് ഞാനത് ഫിറ്റ് ചെയ്തത്. അത് സംഗതി ഫിറ്റാണ്, കുഴപ്പമൊന്നുമില്ല. പക്ഷേ അങ്ങനെയാണ് ചെയ്തിരുന്നത്. അങ്ങനെ ചെയ്യേണ്ട ആവശ്യമില്ല. അതായത് നമ്മൾ ഈ ഓട്ടോറിക്ഷയുടെ ഇന്നർ കേബിൾ വാങ്ങിയാൽ മതി. ഇന്നർ കേബിൾ വാങ്ങി കഴിഞ്ഞാൽ ആ അറ്റത്ത് വരുന്ന ഡ്രം കുറച്ച് ചെറുതാണ്. അതായത് നമ്മൾ കറക്റ്റ് ഫിറ്റാണ്, നമ്മൾ ചുറ്റിക്കെടുത്ത് തട്ടാനും മുട്ടാനൊന്നും പോകണ്ട, കറക്റ്റ് ഫിറ്റാണ്. അപ്പം അത് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കറക്റ്റായിട്ട് നമുക്ക് ഇടാൻ പറ്റും. ഇത് ഹാൻഡിൽ ബാർ റൈസറോ അല്ലെങ്കിൽ വലിയ ഹാൻഡിൽ ബാറോ ഉള്ള വണ്ടിക്ക് മാത്രമേ ഉള്ളൂ. നോർമലിന് നമുക്ക് അതിൻ്റെ കൂടെ വരുന്ന കേബിൾ തന്നെ യൂസ് ചെയ്യാം. അപ്പോൾ അതാണ് മുമ്പത്തെ വീഡിയോയിൽ എനിക്ക് മാറ്റി പറയാനുള്ള ഒരു കാര്യം. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് എനിക്ക് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാനുള്ളത്. അപ്പോൾ തീരെ ചെറിയൊരു വീഡിയോ ആയിപ്പോയി. പക്ഷേ നിങ്ങൾ ക്യൂബ് ത്രോട്ടിൽ വാങ്ങണോ വേണ്ടോ എന്ന് ആലോചിച്ചുകൊണ്ട് നിൽക്കുന്ന ഒരാളാണെന്നുണ്ടെങ്കിൽ എനിക്ക് പറയാനുള്ളത്, നിങ്ങൾ ധൈര്യമായിട്ട് വാങ്ങിക്കോ, സെറ്റ് ചെയ്തോ, സാധനം പൊളിയാണ്. അതാണ് എനിക്ക് പറയാനുള്ളത്. ഓക്കെ, അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാം. നിങ്ങളുടെ എന്തെങ്കിലും എക്സ്പീരിയൻസ് ഉണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യാം. ഓക്കെ, പുതിയ വീഡിയോയിൽ കാണാം.